ഹായ് ഡിയർ, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു കോംബോ ഓഫറാണ് പ്രാവശ്യം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ചെടി ഞാൻ ഒഴിവാക്കിയ ചെടിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഒരു മടിയും, അങ്ങനെ ചട്ടിയിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം പൈപ്പിൽ പുറത്തെ പൈപ്പിൻ്റെ അവിടെ കൊണ്ടിട്ടതായിരുന്നു ചെടികളൊക്കെ. അപ്പോൾ ഇത് അവിടെ നല്ല ഭംഗിയായിട്ട് മതിൽമ കൂടെ പറ്റി പിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗി തോന്നി. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ ഫ്രീ പ്ലാന്റ് ആയിട്ടൊക്കെ നമ്മളെ പ്ലാന്റിൻ്റെ കൂടെ ആവശ്യക്കാർക്ക് കൊടുത്തേക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇത്തവണ ഞാനൊരു കോംബോ ഓഫറാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു മോൺസ്റ്ററും അതേപോലെ ഞാൻ കൊണ്ടിട്ടതായിരുന്നു. ഇത് പിന്നെ ഞാൻ അധികം വെയിൽ പറ്റാത്ത ചെടിയായതുകൊണ്ട് തന്നെ ഞാൻ സ്ഥലം മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അവിടെ ഉണ്ടായി വരുന്നുണ്ട്. ഇത് നല്ല വെയിലുള്ള സമയത്ത് ഇതിപ്പോൾ ഫുള്ളായിട്ടൊരു പിന്നെ ഹോള് വരിക ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ സ്ഥലം മാറ്റിയിട്ട് ഈ ഒരു വിൻഡോ ഉണ്ട് അവിടെ, താഴെ കൊണ്ട് വെക്കുക ചെയ്തത്. ഈ കാണുന്ന ഈ ഒരു കലാത്തിയ പ്ലാന്റാണ് നമ്മളെ ഫസ്റ്റത്തെ കോംബോ ഓഫറിൽ വരുന്ന സംഭവം. ഈ ഒരു കലാത്തിയ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സേ ഉള്ളൂ. അതുപോലെ ഈ ഒരു പിങ്ക് അറോറ എന്ന് പറഞ്ഞൊരു അഗ്ലോണിമ സംഭവം, അതുപോലെ ഈ ഒരു പ്ലാന്റും, ഈ 3 പ്ലാന്റുകളാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുന്ന നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള അഗ്ലോണിമകളാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റുമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇത് കയ്യിൽ ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ചെടി കയ്യിലുണ്ടാവും, മറ്റേ ചെടി ഉണ്ടാവില്ല. അതിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും ചെടികൾ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലാന്റാണ് ഞാൻ വെച്ച് കൊടുക്കും. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ അതിൽ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ കണ്ടോ, പിങ്ക് അറോറ നല്ല അടിപൊളി ചെടിയാണ്. നല്ല തിക്കായിട്ട് ഉണ്ടാവുകയാണ്, നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കുറച്ച് ലിമിറ്റിലുള്ള തൈകളേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഈ ഒരു പ്ലാന്റ് ഞാൻ ഈ റീസെൻ്റ്ലി പടുത്തിയാൽ വാങ്ങിയൊരു ചെടിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ തിങ്കളാഴ്ചകളിലുമാണ് കൊറിയർ ചെയ്യുക. നാളെ ഇപ്പോൾ കുറച്ച് കൊറിയറുകൾ അയക്കാനുണ്ട്, ഒരു 5-6 കൊറിയർ അയക്കാനുണ്ട്. അപ്പോൾ നാളെ എല്ലാ തിങ്കളാഴ്ചകളിലും കൊറിയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്ലാന്റ് കിട്ടാൻ ഡിലേ, ഒരു ദിവസം 2 ദിവസം വൈകിയാലും ശരി, കുറേ ലേറ്റായി ചെടി ചീത്തയായി പോവില്ല. അപ്പോൾ എന്താണ്, ഞാൻ ഈ പറഞ്ഞ കോമ്പോയിലുള്ള ചെടികൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഹോം ഗാർഡനാണ്, എൻ്റെ കയ്യിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പം യാതൊരു ആശങ്കയില്ലാത്ത ചെടികൾ വാങ്ങാം. എൻ്റെ ചെടികൾ വാങ്ങി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മെസ്സേജായിട്ട് അയയ്ക്കുക. അപ്പോൾ ഇത് വാങ്ങുന്നവർക്കൊരു പേടി ഉണ്ടാവില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്താണ്, ഞാൻ കെമിക്കലുകളോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് പ്ലാന്റ് വളർത്തുന്നത്. ചാണകപ്പൊടി അതേപോലെ വല്ലപ്പോഴൊക്കെ DAP ഇട്ട് കൊടുക്കും, വല്ലപ്പോഴും മാത്രം. അല്ലാത്തപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചാണകപ്പൊടി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യലുള്ളൂ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഈ ഇലഭംഗിയുള്ള ചെടികൾക്ക് എപ്പോഴും ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം അതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. ആട്ടിൻ കാഷ്ടത്തിൻ്റെ പൊടിയൊക്കെ നല്ലതാണ് കേട്ടോ. ചട്ടിയിൽ പുല്ല് മുളയ്ക്കൊന്നുമില്ല ആട്ടിൻ കാഷ്ടത്തിൻ്റെ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കോംബോ ആവശ്യമുള്ളവർ ഞാൻ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ലൈക്ക് ഇടാൻ മറന്നു പോവാതിരിക്കാൻ ഫസ്റ്റ് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ വീഡിയോ എൻഡ് ചെയ്യുമ്പോഴും മറന്നു പോവില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.